ഡീറ്റെക്കിനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ചോളിന്ന് വണ്ടി പോവില്ല മുന്നേക്കേ. വൈകുന്നേരം വരെ പോസ്റ്റ്. അപ്പോൾ ഇന്ന് കിട്ടിയ ട്രിപ്പ് പറഞ്ഞാൽ ഭായിമാരി മെഷീനും കൊണ്ട് കോൺക്രീറ്റ് ഉണ്ട്. അപ്പോൾ ആ സൈറ്റിക്ക് പോകാനാണ്. ചേളാരി ആ ഭാഗത്താണ് ഉള്ളത്. നമുക്ക് ബംഗാള എടവണ്ണപ്പാറ എന്നാണ് എടുക്കാനുള്ളത്. അങ്ങനെ ഓരോ എടുക്കാനും വേണ്ടി പോവാണ് നമ്മൾ രാവിലെ തന്നെ. അപ്പോൾ നമ്മൾ ആലിക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് 7 മണിയാകുമ്പോഴത്തേനും എടവണ്ണപ്പാറ എത്തണം പറഞ്ഞു. നമ്മളൊരു 6:50 ആകുമ്പോൾ തന്നെ എടവണ്ണപ്പാറ എത്താനുള്ള പോക്കാണ് പോണത്. അപ്പോൾ പോയേക്കാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മളെ നാട്ടിൽ നിന്ന് ഭായിമാരൊന്നും ഇലക്ഷന് വേണ്ടി ബംഗാളിൽ പോയപ്പോഴത്തേനും നമ്മളെ നാട്ടിൽ പണിക്കാരെ കിട്ടാതായി, ഹോട്ടലിൽ ഫുഡില്ലാതായി, പണി സൈറ്റിൽ പണി നടക്കാതായി ഒക്കെ ആയി. അങ്ങനെ ഇവർ രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ചേളാരി ഭാഗത്തേക്കാണ് ഇപ്പോൾ നമുക്ക് പോകാനുള്ളത് ഇന്ന് ബലിയും കൊണ്ട്. അപ്പോൾ നമ്മൾ എടവണ്ണപ്പാറ എത്തി. ഇനി പാറമ്മൽ എല്ലാ അങ്ങാടിയിലും രാവിലെ കുറച്ച് ബംഗാളികളും ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കണേൽ നമുക്ക് കുറച്ച് ആൾക്കാരെ കയറ്റി തരും. ഓലയും കൊണ്ട് പോയി മെഷീൻ കയറ്റി ഓല സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കും. നമ്മളുടെ പാറമെത്തി പണിക്കാരിങ്ങനെ സാധനങ്ങളിങ്ങനെ കയറ്റുകയാണ്. ഒരിങ്ങനെ കെട്ടാൻ മെഷീനൊക്കെ കയറ്റി ആൾക്കാരിങ്ങനെ വരും. അങ്ങനെ നമ്മളെ വണ്ടിക്ക് മെഷീൻ ഇങ്ങനെ അങ്ങനെ ഇപ്പം നമ്മൾ ഭായിമാരെയും കയറ്റി ഇവിടുന്ന് ഒരു മെഷീനും കയറ്റി ഒരു ഡ്രമ്മും കയറ്റി നമ്മൾ നേരെ ചേളാരി പോവാണ്. നമ്മൾ പോണ റൂട്ട് ഓമാനൂർ, നീറാട് വഴി കൊണ്ടോട്ടിയിൽ നിന്ന് കൊട്ടപ്പുറത്ത് നിന്ന് പള്ളിക്ക ബസാർ യൂണിവേഴ്സിറ്റി റോഡ് കയറിയിട്ട് അങ്ങനെ കയറി അവിടുന്ന് ഹൈവേന്ന് സർവീസ് റോഡ് ഇറങ്ങിയിട്ട് നേരെ ചേളാരിയിൽ നിന്ന് പരപ്പനങ്ങാടി റോഡിലേക്ക് വരാനാണ് പറഞ്ഞത്. പരപ്പനങ്ങാടി റോഡ് ഇങ്ങനെ പോന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ആയിക്കൂടെ എല്ലാം ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ പോവാണ്. നമ്മളോട് 8 മണി 8:30 ആകുമ്പോൾ എത്തണം പറയണം. പോയോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഓമാനൂർ എത്തി. നമ്മൾ ഓമാനൂർ എടവണ്ണപ്പാറന്ന് കുറച്ചട് പോയാൽ ഓമാനൂർ എത്തും. നമ്മളിപ്പോൾ ഇവിടെ പള്ളിപ്പുറായ സൈഡാക്കിയാണ്. അവർക്ക് ഇതിക്ക് പൈസ ഇടാൻ ഭായിമാർക്ക് കുറ്റിക്ക് പൈസ ഇടണം. പതിനമാടി സൈഡാക്കി അതുപോലെ ഓരോരുത്തർ ഇങ്ങനെ 10-20 കേട്ടാ. അപ്പോൾ ഓല അതിലൊക്കെ പൈസ ഇട്ട് കൊടുത്ത് ഓല വിശ്വാസപ്രകാരം നമ്മൾ പിന്നെ സൈഡാക്കാൻ പറഞ്ഞാൽ നമ്മൾ സൈഡാക്കി. ഒരാൾ 10 റുപ്യ വെച്ച് ഇങ്ങനെ എല്ലാവരും ഇട്ട് കൊടുത്ത് എന്തിനാണാവോ. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ നീറാട് കഴിഞ്ഞ് കയറ്റം ഇങ്ങനെ കയറുകയാണ്. ഈ കയറ്റം കയറി ഇറങ്ങിയാൽ കൊണ്ടോട്ടെത്തി. ഇവിടെ ഇതാ ഗ്യാസും കുറ്റിൻ്റെ ഒരു കമ്പനിയൊക്കെ ഉണ്ട്. ഈ റോഡ് നല്ല റോഡാണ്. എടവണ്ണപ്പാറന്ന് കൊണ്ടോട്ടിക്കുള്ള റോഡ്. വലിയ വളവും തിരിവൊന്നുമില്ല. കീശ്ശേരി കൂടെ പോവുകയാണെങ്കിൽ എല്ലാ വളവും തിരിവുണ്ട്, ഇതിൽ കൂടെ പോവുകയാണെങ്കിൽ ഇല്ല. അങ്ങനെ അപ്പോൾ നമ്മൾ കൊണ്ടോട്ടി എത്തി. ഇനി കൊണ്ടോട്ടിയിൽ നിന്ന് റൈറ്റ് കയറി നേരെ കൊട്ടപ്പുറത്ത് നിന്ന് ഇടത്തോട്ട് കയറുക, ചേളാരി റോഡ്. അപ്പോൾ നമ്മളങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. നേരെ ചേളാരിക്കാണ് പിടിക്കേണ്ടത്. ചേളാരി പരപ്പനങ്ങാടി റോഡ് വരെ സൈറ്റ്. അപ്പോൾ നമ്മൾ കൊട്ടപ്പുറത്തുനിന്ന് ചേളാരി റോഡ് കയറി. നല്ല മഴക്കാറുണ്ട് ഇവിടെ. മഴക്കാറ് നല്ല മൂടിയാണ് ഈ റോഡ്. കൊട്ടപ്പുറത്ത് നിന്ന് തിരിഞ്ഞപ്പോഴാണ് മഴക്കാറുള്ളത്. പോകുമ്പോൾ പെരും മഴ പെയ്ത് എല്ലാവരും പാടെ ഇറങ്ങി അവിടെ പോയി പെരേക്ക് കയറിക്കാം. നല്ല മഴ. അങ്ങനെ നമ്മൾ ഓരോ മഴ അങ്ങ് കൊണ്ടുനിൽക്കുകയാണ്. അങ്ങനെ പോവാണ്. നല്ല മഴ. പള്ളിക്ക ബസാർ വന്ന് മഴയാണ്, നല്ല മഴയാണ്. നല്ല മഴ. ഞാൻ ചോദിച്ച് മഴത്ത് പണി നടക്കുമെന്ന്. അപ്പോൾ ഓൽക്കൊരു മഴയും വെയിലൊന്നും ഒരു പ്രശ്നമല്ല. ഒരു കോൺക്രീറ്റ് പണി ഉണ്ടെങ്കിൽ പോലെ നടത്തും പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ പോകണം. നമ്മളതിൻ്റെ വൈപ്പർ കംപ്ലൈൻറ്റ് ഒന്നും നന്നാക്കിയില്ല. സൂപ്പർ കിട്ടില്ല മഴ. എത്ര നേരം വീണേ. കുറേ സൈഡാക്കി. ഓ ഗ്യാപ്പിൻ്റെ മേലെ വെള്ളം വന്ന് നമുക്കാണത് മെല്ലെ പോകാൻ കഴിയുള്ളൂ. റോഡിൽ 2 സൈഡിലും വെള്ളം. തെറുപ്പിച്ചാനും വെച്ചാൽ വീട് പോയാൽ വൈപ്പർ ബ്ലേഡില്ലാത്തതുകൊണ്ട് കാണൂല. എനിക്ക് അങ്ങനെ കാലം. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കണ്ട് വരും. താലിയും പാലില്ലാതെ. അങ്ങനെ നമ്മൾ കാക്കഞ്ചേരിയിൽ നിന്ന് നേരെ ഹൈവേക്കടുത്ത് സർവീസ് റോഡങ്ങ് പിടിച്ച് പോയാൽ മതി. പറഞ്ഞു സർവീസ് റോഡ് കൂടെ അങ്ങ് പോകാം. യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2 സൈഡിലും പോയ സ്ഥലം.
പരപ്പനങ്ങാടി റോഡ് കയറി ഇങ്ങനെ പോവാണ്. ഇതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ചളിന്ന് വണ്ടി പോവില്ല മുന്നേക്കേ. ഇവർക്ക് പോകണം, ഇഞ്ഞും പോകണം. ഫുള്ള് ചളി അവിടെ സൈറ്റിൽ. പോവും. ഇവിടുന്ന് അടിക്ക് ഇറക്കണം എന്ന് ചെറുങ്ങാൻ വെച്ച ഫുള്ള് ചളിയാ. വണ്ടി ഇങ്ങനെ വെച്ചെടുത്ത് നിങ്ങൾ ഇറക്കണത് മെഷീൻ. അത് കഴിഞ്ഞ് വാർപ്പും കഴിഞ്ഞ് ഫില്ലറ വാർക്കാല്ലേ, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ പോസ്റ്റ്. അങ്ങനെ കുറേ നേരമായി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾട്ടായി കിടക്കണം. പവർ ബാങ്ക് ഉണ്ട്, ചാർജറുണ്ട്, നല്ല മഴയുണ്ട്, മഴക്കാറുണ്ട്. വൈകുന്നേരമാവും ഇവിടുന്ന് പോകണമെങ്കിൽ. പുറത്ത് പെരുമഴ. വിൻഡോ അടിച്ചു, എല്ലാ വിൻഡോ അടിച്ച്, ബാക്ക് വിൻഡോ അടിച്ച് ഞാൻ കടുക്കണം വണ്ടി. പണിയെടുക്കുന്നിടത്തേക്ക് വന്നു നോക്കി. ഇവിടെ കോൺക്രീറ്റ് ഇവിടെ കഴിയുന്നുണ്ട്. അങ്ങനെ പണിയൊക്കെ പണി കഴിഞ്ഞില്ല. ഓല് പണി കഴിഞ്ഞതിന് മുമ്പ് നിർത്തി. നാളെ ഓല് നിർത്തും, ഒരു വലിയ പോപ്പ. അങ്ങനെ ഇനിയിപ്പോൾ മെഷീനൊക്കെ അവിടെ വെച്ച് നാളെ വരുന്ന പറഞ്ഞു. ഞാൻ വരില്ല, നിർത്തി. അങ്ങനെ ഇപ്പം നമ്മൾ ഭായിമാരൊക്കെ ഇറക്കി, മെഷീന് ഇറക്കിയില്ല, അവിടെ സൈറ്റിൽ തന്നെയാണ്. നാളെ കൊണ്ടുവരും. അങ്ങനെ ദൂരമാണ്. അരീക്കോടെ തന്നെ ഇനി വണ്ടി ആൾട്ടാക്കും. രാവിലെ പോയാൽ